നമസ്കാരം. തൃശ്ശൂരിന് തിലകക്കുറിയാകുവാൻ എയിംസ് എത്തുന്നു. ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ മറ്റൊരു സമ്മാനമാണ് തൃശ്ശൂരിന് ലഭിക്കാൻ പോകുന്നത്. ഈ സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂർ എന്ന് പറയപ്പെടുന്നത് BJPക്ക് ലഭിക്കേണ്ട സീറ്റാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. 2024 ജനുവരി 3-നും 2024 ജനുവരി മാസം 17-നും പ്രധാനമന്ത്രിയുടെ സന്ദർശനമുണ്ടായിരുന്നു തൃശ്ശൂരിൽ. ആ തൃശ്ശൂർ സന്ദർശനത്തിൻ്റെ ഭാഗമായതിനു ശേഷമാണ് വരാൻ പോകുന്ന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു എയിംസ് ആയിരിക്കും. അത് വരാൻ പോകുന്നത് തൃശ്ശൂരിലുമായിരിക്കും. അങ്ങനെ തൃശ്ശൂരിലേക്ക് എത്തുന്ന എയിംസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പ്രധാനമന്ത്രിയുടെ മറ്റൊരു സമ്മാനമാണ് വരാൻ പോകുന്ന എയിംസ്. ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൻ്റെ ഒരു ഭാഗം നമ്മുടെ കേരളത്തിലും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ വലിയ നേട്ടങ്ങൾ നമ്മുടെ കേരളത്തിനും കൊച്ചു കേരളത്തിനും ലഭിക്കട്ടെ. അത് ലഭിക്കണമെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും, അതായത് LDFും UDFും പരസ്പരം 5 വർഷത്തിലൊരിക്കൽ നടത്തുന്ന മാമാങ്കം ഇവിടെ നടക്കാറുണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് ഒരാൾ ചെയ്യുന്ന അഴിമതി മറ്റേയാൾ വിളിച്ചു പറഞ്ഞ് അങ്ങനെ പരസ്പരം 5 വർഷത്തിന് ശേഷം മറ്റൊരാൾ അധികാരത്തിലെത്തുന്ന ഒരു പ്രക്രിയ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രക്രിയയ്ക്ക് ശേഷം 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുകയും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുകയും 2019 കൊറോണയും അതിനുശേഷം വന്ന കിറ്റ് വിവാദങ്ങളും ജനങ്ങളിൽ കിറ്റ് കൊടുക്കുന്ന രീതികളുമൊക്കെ കണ്ട് 2024 ഒരു പരീക്ഷണം എന്ന രീതിയിൽ വീണ്ടും അധികാരത്തിലേക്ക് പിണറായി വിജയനെ എത്തിച്ചു എന്നുള്ളതാണ് കേമത്തരമെന്ന് ഇന്നും വീമ്പിളക്കുന്ന സഖാക്കൾ. സത്യത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു? BJPക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു അവർക്ക് അധികാരത്തിലെത്താൻ കഴിയില്ല എന്നും. BJP അധികാരത്തിലെത്തുന്നതിന് പകരം BJPയുടെ അണികളായിട്ടുള്ള ചിലർ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഏകദേശം 100ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ 10,000-നും 20,000-നും ഇടയിലുള്ള അധിക വോട്ടുകളുടെ പിൻബലമുള്ള ഒരു പാർട്ടിയാണ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുവാൻ, വിധി നിർണ്ണയിക്കുവാൻ കഴിയുന്നവർ എന്ന് ഇനി അങ്ങോട്ട് പറയാൻ കഴിയുന്നത് BJPയാണ്. 2016 ശേഷം 2021 എത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്തുകൊണ്ട് അധികാരത്തിലേറി? വളരെ കൃത്യമായ ഉത്തരമുണ്ട്. അവരുടെ സഖാക്കൾ പറയുന്ന കഥകളൊന്നുമല്ല യഥാർത്ഥ വസ്തുത. കിറ്റ് കൊടുത്തതുകൊണ്ടോ പാവങ്ങളെ സംരക്ഷിച്ചു എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. BJPയുടെ തന്നെ അണികളിൽ തന്നെ ചില തീരുമാനങ്ങൾ അവർ എടുത്തു വച്ചിരുന്നു. ആ തീരുമാനങ്ങൾ ഇതായിരുന്നു: ഒരിക്കലും കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ഇനിയും ഉണ്ടാകരുത്. കോൺഗ്രസിൻ്റെ അഴിമതിയുള്ള ഭരണം ഇവിടെ ഇനി വേണ്ട. കോൺഗ്രസ് മുക്ത ഭാരതമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളെ ശിരസ വഹിക്കുകയായിരുന്നു BJPയുടെ നേതാക്കൾ എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ BJPയുടെ അണികൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് 2021 വളരെ കൃത്യമായി അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ വളരെ കൃത്യമായി അവർ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൊടുത്തത് എന്ന് പറയേണ്ടി വരും. അവരെ ജയിപ്പിച്ചെടുത്തത് എന്ന് പറയേണ്ടി വരും. അതായത് കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. വളരുകയും കുറച്ചു കാലം കഴിയുമ്പം തളരുകയും പിന്നെ മുരടിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത് ഒരു ചെറിയ കുട്ടിക്ക് പോലും അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ തഴച്ചു വളരട്ടെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് BJPയും BJPയുടെ നേതാക്കളും ചിന്തിച്ചു കാണും. കേരളത്തിൽ അങ്ങനെ തഴച്ചു വളരുകയാണ്. ഇനി തളർച്ചയുടെ കാലമാണ് വരാൻ പോകുന്നത്. 2026 കൂടി നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വരും. അതായത് 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ആകാവുന്നതത്രയും കേരളത്തിന് അനുവദിക്കുമ്പോഴും അത് കാണാതെ പോകുന്ന ജനങ്ങളുണ്ടെങ്കിൽ, അതറിയാതെ പോകുന്ന അണികളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഇവിടെ BJPക്ക് സീറ്റ് ലഭിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. അവരുടെ തീരുമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവ് സംഭവിച്ചാൽ BJPക്ക് ഒരു തരത്തിലും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും നേടാൻ കഴിയാതായി പോയാൽ ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തകർന്ന് തരിപ്പണമായി പോകും കേരളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കാത്തിരിക്കുന്നത് ഭീകരമായ ദിനങ്ങളായിരിക്കും. അതുകൊണ്ട് BJPയുടെ അണികൾ അടക്കമുള്ളവർ ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. 2024 എത്തപ്പെടുമ്പോൾ
2024 കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ, മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിൻ്റെ മുഖമുള്ളവർ മലയാളികളായിട്ടുള്ള എംപിമാർ BJPയുടെ തണലിൽ അവിടെ ഉണ്ടാകണമെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടത് ഇവിടുത്തെ BJPയുടെ നേതാക്കളാണ്, അണികളാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു ശ്രമം നടത്തിയാൽ മാത്രമേ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബജറ്റിന് മുമ്പ് അല്ലെങ്കിൽ ബജറ്റിൽ മുമ്പ് പറയുന്നൊരു വാദമാണ്, ബജറ്റിൽ ഉൾപ്പെടുത്തി കേരളത്തിൽ ലഭിക്കാൻ പോകുന്ന ഒരു എയിംസ് എന്ന് പറയപ്പെടുന്ന തൃശ്ശൂരിലായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അതൊരു നേട്ടമാണ്. ഇങ്ങനെ നമുക്ക് പലതും നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് ആൾക്കാർ ഉണ്ടാകേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് BJP അണികളെ ഉണർന്ന് പ്രവർത്തിക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ കേരളത്തിൽ സന്ദർശനം നടത്തുന്നതിൻ്റെ ഒരു ഭാഗമെന്ന് പറയപ്പെടുന്നതാണ്. അതിനെ അത്തരത്തിൽ തന്നെ നമ്മൾ കാണേണ്ടി വരും. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലേക്ക് എത്തപ്പെടുന്ന BJP സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും വാങ്ങിയെടുക്കുന്നതിനും വേണ്ടിയിട്ട് കേന്ദ്രത്തിലേക്ക് എത്തപ്പെടുന്ന കേരളത്തിൻ്റെ നോമിനികളായിട്ടുള്ള ജനപ്രതിനിധികളായിട്ടുള്ളവർ BJPയുടെ മുഖമുള്ളവരായിരിക്കണമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ കൂടിയും ഇനിയും ലഭിക്കാൻ പോകുന്നത് കൊച്ചു കേരളത്തിന് നിരവധി സമ്മാനങ്ങളായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2 വന്ദേ ഭാരത്, ഇപ്പോൾ എയിംസ് വരാൻ പോകുന്നു. ഇനി എന്തൊക്കെ നേട്ടങ്ങളാണ് വരുന്ന ബജറ്റിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുള്ളത് എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ തൃശ്ശൂരിന് ഇതൊരു തിലകക്കുറിയാണ്. ആ തിലകക്കുറി എന്ന് പറയപ്പെടുന്നത് എയിംസ് ആണ്. അതിനു പിന്നിൽ പ്രവർത്തിക്കുവാൻ കരുത്തുള്ള നേതാക്കളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ നേതാക്കളുടെ വിശ്രമമില്ലാത്ത ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള എയിംസ് പോലുള്ളവ കേരളത്തിലേക്ക് എത്തുന്നത് എന്ന് പറയേണ്ടി വരും. ആ എത്തലുകൾ ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഒട്ടനവധി സമ്മാനങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് ഇത് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വരും ദിനങ്ങൾ കേരളത്തിന് ശുഭസൂചകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.